നമ്മളെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും നമ്മളെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാനുണ്ട്, ഇനി അങ്ങോട്ടുള്ള എല്ലാ വീഡിയോയിലും ഞാൻ കാണും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. പിന്നെ നമ്മൾ വിറകെല്ലാം അവിടെ തന്നെ പറക്കിക്കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ ദിവസം. ഇനിയിപ്പോൾ എല്ലാം വെട്ടിപ്പറക്കി വെക്കണം. പിന്നെ മുറ്റത്ത് നമ്മൾ വെച്ചിരിക്കുന്ന ഈ കല്ലുകുട്ടി അടുപ്പ് വെക്കരുതെന്ന് അങ്ങനെ ആരൊക്കെ എന്തോ 1-2 പേര് എനിക്ക് കമൻറ്റ് ഇട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഇതിനെപ്പറ്റി തിരക്കിയപ്പോഴത്തേക്ക് പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വിറകടുപ്പിൽ വേവിച്ചെടുക്കുന്നത്, അത് മാത്രമല്ല കല്ലുകുട്ടിയൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു, അങ്ങനെ ഇവിടങ്ങളിലൊക്കെ ഞാൻ ചോദിച്ചങ്ങനെ ഇതിനെപ്പറ്റി തിരക്കിയപ്പോഴത്തേക്ക് കുഴപ്പമില്ല എന്നാണ് അറിഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ വേറെ അടുപ്പ് മേടിക്കാതെ അതിൽ തന്നെ ഞാൻ പാചകം ചെയ്തെടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ വീട്ടിലൊക്കെ ജോലിയൊക്കെ ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമ്മളെ വേഷവും രൂപമൊക്കെ ഇതായിരിക്കും കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾ ആരും വേറൊന്നും വിചാരിക്കില്ല. നമ്മൾ അമ്മമാരൊക്കെ ഇതുപോലെയാണ്, ഇങ്ങനെയാണ് ഏറ്റവും കൂടുതലും വീട്ടിലുള്ള അമ്മമാരൊക്കെ ചെയ്തെടുക്കണമെന്ന് എനിക്ക് അറിയാമെന്ന് വെച്ചാൽ നമുക്ക് അല്ലാതെ ഇപ്പോൾ എനിക്കിപ്പോൾ ഈ ഒരു ചാനലുണ്ട്, അല്ലെങ്കിൽ ഇതിലിടാൻ വേണ്ടിയിട്ട് എനിക്ക് ഇന്ന വീഡിയോ എടുക്കണം, ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രത്യേകിച്ച് ഒരുങ്ങി റെഡിയായി വന്ന് നിന്നിട്ടൊക്കെ വീഡിയോ എടുക്കണം, അങ്ങനെ ഒന്നും എൻ്റെ മനസ്സിൽ വരത്തില്ല കേട്ടോ. പിന്നെ ഇപ്പോൾ സാധാരണ നമ്മളെ വീട്ടിൽ എന്തൊക്കെയാണോ ജോലികളൊക്കെ ചെയ്തെടുക്കുന്നത്, അപ്പോൾ ഇതൊക്കെ തന്നെയാണ്, ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഇതിലെനിക്കിതുവരെ ഒരു മാറ്റം വന്നിട്ടില്ല. കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ ഓർത്തും പിന്നെ അതുപോലെ തന്നെ നമ്മൾ വന്ന വഴി ഒരിക്കലും നമ്മൾ മറന്നുകൂടല്ലോ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കൂട്ടായിട്ടൊക്കെ ഉള്ളത്. അപ്പോൾ ഇനിയും മുന്നോട്ട് ഇതുപോലെ പോകണം, പട്ടിണിയില്ലാതെ ജീവിച്ച് പോകണം, എനിക്ക് അത്രയേ ഉള്ളൂ. മക്കളെ കാര്യങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകണം. പിന്നെ നമുക്ക് സ്വന്തമായിട്ടൊരു വീടെന്നുള്ള ഒരു ഇതുണ്ടല്ലോ, അപ്പോൾ അതെങ്ങനെയെങ്കിലും ഒന്ന് റെഡി ആവണം. വീടില്ലെങ്കിൽ ഒരു 3 സെൻറ്റ് വസ്തുവൊക്കെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ മേടിക്കാനായിട്ടൊക്കെ, വാടകയ്ക്ക് താമസിക്കുന്നവർക്ക് അതിൻ്റെ വിഷമങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ മേടിക്കാനായിട്ടൊക്കെ പറ്റുവാണെന്നുണ്ടെങ്കിൽ അതിലൊരു കുഞ്ഞു മാടം കെട്ടിയിട്ടായാലും ഒരു ദിവസമെങ്കിലും അതിലൊന്ന് കിടന്നുറങ്ങണമെന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇപ്പം നമ്മൾ ഈ ഒരു ചോറ് വയ്ക്കുന്നതിൻ്റെ വീഡിയോ ആണെങ്കിൽ പോലും നേരത്തേക്ക് നമ്മൾ ഒരുപാട് ഇട്ടിട്ടുണ്ട്. അത് ഞാനിപ്പോൾ ക്യാമറയ്ക്ക് മുന്നിൽ വരാതെ പിന്നിൽ നിന്നും കൊണ്ടാണല്ലോ നമ്മൾ പാചകമൊക്കെ ചെയ്ത് പോയിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ മുന്നോട്ട് പോകുമ്പോഴാണെങ്കിലും ഡെയിലി ആണെങ്കിലും അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ആണെങ്കിലും ചിലപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇന്നിപ്പോൾ ഈ ഒരു ചോറ് വയ്ക്കുന്ന വീഡിയോ എടുക്കണമെന്നൊന്നും ഞാൻ വിചാരിച്ചതൊന്നും അല്ല. രാവിലെ പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു വീട്ടു ജോലി നമ്മളിപ്പോൾ സാധാരണ ചെയ്യുന്ന ജോലികളൊക്കെ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അല്ലാതെ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണമെന്ന്. രാവിലെ വിറക് പറക്കാനായിട്ട് പോയി ഞാനും മക്കളും കൂടെ. അപ്പോൾ വിറകെല്ലാം പറക്കിക്കൊണ്ട് വന്നിട്ട് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞ് കേട്ടോ, ഇപ്പോൾ അത്യാവശ്യം നല്ല വെയിലൊക്കെ വന്നിട്ടുണ്ട്. സമയം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോൾ ചോറിന് വേണ്ടിയിട്ടൊക്കെ തയ്യാറെടുത്തത്. പിന്നെ നമ്മൾ താമസിച്ചാണ് കാപ്പിയൊക്കെ കുടിച്ചത്. പിന്നെ ഇപ്പോൾ ഇങ്ങനെ ജോലിയൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും ഒരു അനക്കമൊന്നും ഇല്ലാതെയൊക്കെ ഇങ്ങനെ നിന്ന് പാത്രം കഴുകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. മിണ്ടാനും സംസാരിക്കാനൊന്നും ആരും ഇല്ല. അപ്പോൾ തനിച്ചാണല്ലോ. അപ്പോൾ തനിച്ചൊക്കെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴത്തേക്കില്ല അവാർഡ് പടം പോലെയൊക്കെ തന്നെയാണ് പോകുന്നത്. അത് നമ്മളെ വീഡിയോ ആദ്യം മുതൽ ലാസ്റ്റ് വരെ കാണുമ്പോഴത്തേക്കൊക്കെ അറിയാം. ഇത്രയും നാളെ വീഡിയോയ്ക്ക് പിന്നിൽ നിന്നും കൊണ്ട് ഞാൻ വീഡിയോ ഇട്ട് പോയത് കൊണ്ട് നിങ്ങൾക്കൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ വീഡിയോയ്ക്ക് മുന്നിൽ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ ഞാനിവിടെ എങ്ങനെയാണ്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് കേട്ടോ. ഇപ്പം നമ്മളൊരു ക്യാമറയുടെ മുമ്പിൽ നോക്കിയിട്ട് എങ്ങനെയാണ് നമ്മൾ ഒറ്റയ്ക്ക് എങ്ങനെയൊക്കെ നോക്കി നിന്നൊക്കെ സംസാരിച്ച് അങ്ങനെയൊക്കെ വീഡിയോ എടുക്കാനായിട്ടൊന്നും അതൊന്നും എന്നെക്കൊണ്ട് പറ്റുന്നില്ല കേട്ടോ. ഞാൻ അങ്ങനെയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നില്ലെന്നൊന്നും പറയുന്നില്ല, അങ്ങനെയൊക്കെ നോക്കിയിട്ടൊന്നും എനിക്ക് പറ്റുന്നില്ല. പിന്നെ കൂടുതലും ഞാൻ ഇതിനകത്ത് വോയിസ് കട്ട് ചെയ്തിട്ട്, അതായത് ശബ്ദങ്ങളെല്ലാം വോയിസ് എല്ലാം കട്ട് ചെയ്തിട്ട് ഞാൻ തന്നെ വോയിസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കൊടുക്കേണ്ടി വന്നത് വേറൊന്നും കൊണ്ടല്ല. നമ്മൾ അടുത്ത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ചെറിയ പട്ടിക്കുട്ടികളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അടുത്തൊക്കെ ഈ മെഷീൻ വർക്കൊക്കെ ചെയ്യുന്ന ഒരുപാട് പേരൊക്കെ ഉണ്ട് കേട്ടോ. ഈ മരം മുറിപ്പാണെങ്കിൽ അല്ലെങ്കിൽ ബിൽഡിങ്ങിൻ്റെ പണി അങ്ങനെയൊക്കെ എന്തെങ്കിലും വീട്ടു ജോലി കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഒച്ചയും ബഹളം വരുമ്പോൾ നമുക്ക് കോപ്പിറൈറ്റ് വരും. അപ്പോൾ അങ്ങനെ കോപ്പിറൈറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വോയിസൊക്കെ ഓഫ് ചെയ്തിട്ട് ഞാനിപ്പോൾ വോയിസ് കൊടുക്കണം. പിന്നെ നമ്മൾ പൂച്ചക്കുഞ്ഞുങ്ങളിവിടെ സുഖമായിട്ട് കിടക്കുന്നുണ്ട്, ഒന്നും അറിയേണ്ട, വാടക കൊടുക്കേണ്ട, കറണ്ട് ബില്ല് അടയ്ക്കേണ്ട യാതൊന്നും ഇല്ല. അപ്പോൾ ഇവരാണ് കേട്ടോ ഏറ്റവും കൂടുതൽ നമ്മളിവിടെ ഭാഗ്യമുള്ള ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മിണ്ടാപ്രാണികൾ തന്നെയാണ്. അവരിപ്പോഴും നമ്മളെ കൂടുന്നുണ്ട്. പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതൽ വിഷമം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മണിയെ ഇവിടെ നിന്ന് പോയാലായിരുന്നു. അത് ഈ കുഞ്ഞുങ്ങൾ വന്നപ്പോഴത്തേക്കാണ് മണിയും പോയത് കേട്ടോ. മറ്റത് മണിയനും പിന്നെ നമ്മളെ മിന്നുപൂച്ച അവർ രണ്ടുപേരും നമ്മൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് നമ്മളിവിടെ വന്നപ്പോൾ കൊണ്ടുവന്നതായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് ഞാൻ അരിയെടുപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ തീയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പാത്രങ്ങൾ തേച്ച് കഴുകി അതെല്ലാം ഒതുക്കിയൊക്കെ വെച്ചിട്ടാണ് പിന്നെ ഇറങ്ങി വന്നത്. അപ്പോൾ തൊണ്ടും ചിരട്ടയും അങ്ങനെ ചിരട്ട വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തേങ്ങയൊക്കെ ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് ഒരുപാട് ചിരട്ട വരുമല്ലോ. അപ്പോൾ ആ ചിരട്ട നമുക്ക് അകത്തിട്ട് കത്തിക്കാനായിട്ട് പറ്റത്തില്ല. മുറ്റത്ത് ഇപ്പോൾ ഉണക്ക് കാലാവസ്ഥയൊക്കെ നല്ലതാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. അങ്ങനെ കുറേ ജോലികളൊക്കെ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഒതുക്കി ഒത്തിരി വീഡിയോ എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ജോലി തീരത്തില്ല. പിന്നെ ഇതിനിടയ്ക്ക് മീൻ വന്നിട്ടുണ്ടായിരുന്നു. മീനൊക്കെ മേടിച്ചും കൊണ്ട് വന്ന് ചെറിയ കുഞ്ഞ് ചൂരക്കുട്ടി ഉണ്ടല്ലോ, അതൊരു 3 എണ്ണം കിട്ടി. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചാള, അത് വെറുതെ തന്നതാണ്. അത് മിക്കുള്ള ദിവസങ്ങളിൽ നമ്മളിവിടങ്ങളിൽ എല്ലാവരും മീനിന് ചെല്ലുമ്പോഴത്തേക്ക് ഇതുപോലെ നമുക്ക് കുഞ്ഞ് ചാള ഇതുപോലെ തരാറുണ്ട്. അപ്പോൾ അതൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തൊക്കെ വെക്കണം. കുഞ്ഞ് ചാള ഞാൻ നമ്മളെ പൂച്ചക്കുഞ്ഞിനും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക്. പിന്നെ നമ്മൾ ഈ ഒരു മീൻ ഇവിടെ വെച്ച് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് വേറെ ഒന്നും വിചാരിക്കരുത്. ഫോണാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ, അല്ലെങ്കിൽ കുഴപ്പമില്ല, മുറ്റത്ത് കൊണ്ടുപോകും. ഇപ്പോൾ വീഡിയോ എടുക്കുന്നതിനെ കൊണ്ട് ഞാനിവിടെ വെച്ചെന്നേ ഉള്ളൂ. ഇതിപ്പോൾ നമ്മൾ സിങ്കൊക്കെ നല്ല വൃത്തിയായിട്ട് സോപ്പിട്ടിന് ഒന്നും കൂടെയൊക്കെ പിന്നെ ഡെറ്റാളും കൂടെയൊക്കെ ഒഴിച്ചൊക്കെ ഞാൻ കഴുകി ക്ലീൻ ചെയ്തൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. മീൻ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുറത്താണെന്നുണ്ടെങ്കിൽ മൊബൈൽ കൊണ്ട് വെച്ചിട്ട് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കട്ട് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ വേസ്റ്റൊക്കെ കളയുമ്പോഴത്തേക്ക് കാക്കയൊക്കെ വരും. ചിലപ്പോൾ സ്റ്റാൻഡ് നമ്മൾ പുറത്തുകൊണ്ട് വയ്ക്കുമ്പോഴത്തേക്ക് കാക്ക ഇങ്ങനെ വന്ന് പിടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് താഴെ വീണ് പൊട്ടും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. പിന്നെ ഇതിനിടയ്ക്ക് വേറൊരു കാര്യം കൂടെ വിട്ടുപോയി.
ഫോൺ ഇതുപോലെ കൊണ്ടുവന്ന് വെച്ചിട്ട് മീൻ കട്ട് ചെയ്തുകൊണ്ട് വന്നപ്പോഴത്തേക്ക് വീഡിയോ ഓണാക്കാനായിട്ട് വിട്ടു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ മീനെല്ലാം ഒന്ന് കട്ട് ചെയ്യണം, സ്ലാബിൻ്റെ മുകൾ ഭാഗം ഒന്ന് ക്ലീൻ ചെയ്യണം, പിന്നെ നമുക്കിനിയിപ്പോൾ തേങ്ങയ്ക്കൊന്ന് തിരികെ എടുക്കണമല്ലോ, പിന്നെ ചോറിൻ്റെ വെള്ളം മാറ്റണം. ഇനിയിപ്പോൾ കുറേ ജോലികൾ കിടക്കുന്നുണ്ട്. അപ്പോഴും മീനെല്ലാം കട്ട് ചെയ്ത് എല്ലാം ക്ലീൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോഴത്തേക്കാണ് വെള്ളം എടുക്കാൻ മറന്നുപോയി. അതുകൊണ്ടാണ് ഞാൻ തിരിച്ച് പോയിട്ട് പിന്നെ ഒന്നും കൂടെ വന്നത് കേട്ടോ. ചിരവനാക്കൊന്ന് കഴുകാൻ വേണ്ടിയിട്ട് നമ്മൾ അടപ്പ് വെച്ച് അടച്ചിട്ടുണ്ടെങ്കിൽ ചിരവനാക്ക് നമ്മൾ എപ്പോഴും തേങ്ങ ഇതുപോലെ തിരികെ എടുക്കാനായിട്ട് വരുന്നെങ്കിൽ ഒന്ന് കഴുകി എടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ പല്ലിയോ പാറ്റയോ അല്ലെന്നുണ്ടെങ്കിൽ ചിലന്തിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വന്ന് പിടിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കഴുകി എടുക്കാനായിട്ടൊക്കെ നോക്കണേ. പിന്നെ മീൻ കറിക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ തേങ്ങ എടുക്കുന്നത്. എന്ന് വെച്ചാൽ പുളിമുളക് വേണമെങ്കിൽ വയ്ക്കാം. സാധാരണ ഏറ്റവും കൂടുതൽ തേങ്ങ അരയ്ക്കാതെയൊക്കെ തന്നെയാണ് വെച്ചെടുക്കുന്നത്. പിന്നെ ഇന്നിപ്പോൾ കുറേ ദിവസമായിട്ട് തേങ്ങ അരച്ച് മീൻ കറി വെച്ചിട്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഇന്നിപ്പോൾ തേങ്ങ അരച്ച് മീൻ കറിയൊക്കെ വെക്കാമെന്നൊക്കെ വിചാരിച്ച്. പിന്നെ അതുപോലെ തന്നെ ഇതിനിടയ്ക്കായിട്ട് കുറേ പേര് എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒത്തിരി പേര് ഒത്തിരി ദിവസം കൊണ്ട് ചോദിക്കുന്നത് കൊണ്ട് മാത്രം ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയാം. എനിക്കത് പറയാനും പിന്നെ അതുപോലെ തന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര വിഷമമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് മരുന്ന് കഴിക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നെഞ്ചിന് ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് മരുന്ന് കഴിക്കുന്നത്. പേടിക്കാനായിട്ടുള്ളതല്ല എങ്കിൽ പോലും അത് പിന്നെ ഇത്രയും വർഷം കൊണ്ട് മരുന്ന് കഴിച്ചിട്ടും അതിലൊരു മാറ്റം വരാത്തത് കൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മരുന്ന് കഴിച്ചിട്ട് എനിക്കത് കുറയുന്നില്ല. അപ്പോൾ അങ്ങനെ വരുന്നത് കൊണ്ട് എനിക്ക് ടെൻഷനുണ്ട്. പിന്നെ മരുന്ന് കഴിക്കുമ്പോൾ ശരീരം വണ്ണം വയ്ക്കുന്നു, വയറ് ഊതളിച്ച് വരുന്നു, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ. പിന്നെ ഇതിനിടയ്ക്ക് തേങ്ങ തിരികെ വെച്ചപ്പോഴത്തേക്കാണ് പിന്നെ ഞാൻ വിചാരിച്ചത് നമ്മൾ ഈ ചോറ് വയ്ക്കുമ്പോഴേ പണ്ട് കാലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ പിന്നെ ചോറ് വെച്ച് വെന്തോണ്ട് നിൽക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ കഞ്ഞി തരും കേട്ടോ. ചൂട് കഞ്ഞി പാത്രത്തിനകത്ത് കഞ്ഞി, അതിനകത്ത് കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് തരും. അപ്പം ഞാൻ കുറച്ച് കഞ്ഞി എടുത്തിട്ടുണ്ട്, ചൂട് കഞ്ഞി. ഇതിൻ്റെ കൂടെ ചമ്മന്തിയോ പിന്നെ അച്ചാറോ അങ്ങനെ ഒന്നുമില്ല, വെറുതെ കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഞാൻ എടുത്തതാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഞാൻ ഈ എടുത്ത ഈ ഒരു കഞ്ഞി ഉണ്ടല്ലോ, ഈ ഒരു കഞ്ഞി ഇങ്ങനെ കൊണ്ടുവന്നിട്ട് തേങ്ങയൊക്കെ ഇട്ട് ഇത് കുടിക്കാനായിട്ടൊക്കെ എടുക്കുമ്പോഴത്തേക്ക് തന്നെ എനിക്ക് കഴിഞ്ഞു പോയ കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മ വരും. പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ ഉമ്മച്ചയൊക്കെ ആണെങ്കിൽ പിന്നെ ചിലപ്പോൾ നമ്മളെ വീട്ടിലൊന്നും കാണത്തില്ലല്ലോ ചില സമയത്തൊക്കെ. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചോറ് വെച്ചിട്ട് കഞ്ഞിയൊക്കെ ഒന്ന് ആയി വരുമ്പോഴത്തേക്ക് തന്നെ കഞ്ഞി ഇതുപോലെ പാത്രത്തിയിട്ട് ഉപ്പും തേങ്ങയൊക്കെ ഇട്ട് ഇങ്ങനെയൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അന്നത്തെ ആ ഒരു ജീവിതമൊന്നും നമുക്കൊരിക്കലും മറക്കാൻ പറ്റത്തില്ല. പിന്നെ അതുപോലെ കപ്പയൊക്കെ വെന്ത് വരുമ്പോഴത്തേക്ക് കപ്പയുടെ വെള്ളം മാറ്റി ഉപ്പിട്ട് അതൊക്കെ തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ തേങ്ങയും ജീരകവും പച്ചമുളക് അതൊക്കെ അരച്ച് ചേർത്ത് നമ്മൾ ഉടച്ച് വെക്കുന്നതിന് മുന്നേ നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴും നമ്മളെ പണ്ടത്തെ കാര്യങ്ങളും ഇതൊന്നും മറക്കാതെ ഇതുപോലെ തന്നെ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. പിന്നെ ഇത് കാണുമ്പോഴത്തേക്കും നിങ്ങൾക്കും ചിലപ്പോൾ ചിലർക്കെങ്കിലും ഓർമ്മകളൊക്കെ വരും കേട്ടോ. നമ്മളെ ജീവിതങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ എത്രയൊക്കെ നമ്മൾ മുമ്പോട്ട് പോയാലും പിന്നെ ചില ആൾക്കാർ പറയുമല്ലോ എത്ര വന്നാലും പഠിക്കില്ല എന്നൊക്കെ പറയുന്നതിൽ അതിൻ്റെ വേറെ ഒന്നാണെന്നൊക്കെ പറയും കേട്ടോ. പക്ഷേ ഇതൊക്കെ നമുക്ക് വേണം നമ്മളെ ജീവിതത്തിൽ, എങ്കിൽ മാത്രമേ നമ്മളെ ജീവിതത്തിനൊക്കെ ഒരു സുഖവും അർത്ഥമൊക്കെ ഉണ്ടാവത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മളെ കയ്യിലിരിക്കുന്ന ഈ ഒരു കൈപ്പിടിയുള്ള മൺചട്ടി ഉണ്ടല്ലോ, ഇത് മേടിക്കാൻ വേണ്ടിയിട്ട് 2 പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, പാങ്ങോടുള്ള. അപ്പോൾ പാങ്ങോടുന്ന് ഒരു ഉമ്മായും പിന്നെ ആ ഉമ്മയുടെ അനിയത്തിയാണ്, അവർ അനിയത്തിയും ചേട്ടത്തിയും കൂടെയാണ് വന്നത്. ഇത് വാങ്ങാൻ വരുമ്പോഴത്തേക്ക് എന്നെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്രയും നമ്മളെ കാണാൻ വേണ്ടിയിട്ട് കൂടിയാണ് ആഗ്രഹിച്ച് വന്നത്. പക്ഷേ കാണാനായിട്ട് പറ്റിയിട്ടില്ല. എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു വാട്സപ്പിൽ. അപ്പോൾ മെസ്സേജ് അയച്ച ആ ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ പിന്നീട് ഞാൻ വേറെ എന്തോ ജോലി തിരക്ക് വന്നപ്പോഴത്തേക്ക് എനിക്ക് അതിൻ്റെ റിപ്ലൈ കൊടുക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ക്ഷമ ചോദിക്കുന്നുണ്ട്. എന്നെങ്കിലും എപ്പോഴെങ്കിലും കാണാനായിട്ട് അതുവഴി പോകുമ്പോഴത്തേക്ക് എന്തായാലും ഞാനൊരിക്കലും മറക്കത്തില്ല. എപ്പോഴെങ്കിലും എന്തായാലും വന്ന് കണ്ടിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ കിളിമാനൂരോട്ട് നമ്മളിവിടെ ഇങ്ങോട്ട് എവിടെയെങ്കിലും വരുന്നെങ്കിൽ നമുക്ക് കാണാൻ കേട്ടോ. ഇനി എപ്പോഴെങ്കിലും എന്നെ അറിയിക്കണം വരണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ എനിക്ക് നല്ല വിഷമമായി എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ കമൻറ്റ് ബോക്സ് നോക്കിയപ്പോഴത്തേക്കാണ് കണ്ടത് ഇങ്ങനെ മൺചട്ടി മേടിക്കാനായിട്ട് വന്നിട്ട് പോയ കാര്യങ്ങളും. അങ്ങനെ പിന്നെ വാട്സപ്പിൽ മെസ്സേജ് കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല വിഷമമായി. പക്ഷേ ഞാനിവിടെ ഉണ്ടായിരുന്നു, വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അത്യാവശ്യം തിരക്കും വേറെ എന്തോ കാര്യത്തിൽ ആയി പോയതിനെ കൊണ്ട് ഞാൻ വിട്ടു പോയതാണ് കേട്ടോ ഇതിനിടയ്ക്ക്. അപ്പം നമ്മൾ ഈ ഒരു മൺചട്ടി വന്ന് വാങ്ങിച്ചുകൊണ്ട് പോയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം നമ്മളെ യൂട്യൂബ് ഫാമിലിയിലുള്ളവർക്ക് നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നമ്മൾ ഈ ഒരു ചട്ടിയാണ് കേട്ടോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മൺചട്ടിയാണ് പിന്നെ അവർക്ക് വന്ന് മേടിക്കാനായിട്ടുള്ള ഒരു വഴി കാണിച്ചു കൊടുത്തെന്ന് തന്നെ പറയാം. എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഈ ഒരു മൺചട്ടി ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു മൺചട്ടി എവിടെ കിട്ടുമെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉമ്മ മേടിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു 250, 300 അങ്ങനെ 2 എണ്ണം അങ്ങോട്ട് മേടിച്ചിട്ടുണ്ട്. 2 വിലയ്ക്കുള്ള, അപ്പം മിക്കവാറും ചെറുതും വലുതുമായിട്ട് അങ്ങനെ എന്തോ ആണ് കേട്ടോ. 2 വിലയ്ക്കുള്ളത് മേടിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ എന്തായാലും അങ്ങനെ മേടിക്കാനായിട്ട് ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ കിളിമാനൂർ പുതിയകാവ് ചന്തയിൽ ഈ ഒരു മൺചട്ടി കിട്ടും. അപ്പോൾ അവിടെ ചെന്ന് മേടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നേരത്തെ തന്നെ അടുക്കള പണി ഇനിയിപ്പോൾ ബാക്കി കിടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിനകം മൊത്തം ക്ലീൻ ചെയ്യണം. തറ തുടയ്ക്കണം, സ്ലാബിൻ്റെ മണ്ട തുടയ്ക്കണം. അപ്പം ഞാൻ ഡെറ്റാൾ വെച്ചിട്ടാണ് പിന്നെ തറയാണെങ്കിലും പിന്നെ സ്ലാബിൻ്റെ മുകൾ ഭാഗമൊക്കെ തുടച്ചെടുക്കണം. അതാകുമ്പോൾ ആ ഒരു സ്മെല്ലും കാര്യങ്ങളും അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ തേങ്ങ തിരികിയത് പിന്നെ നേരത്തെ മീൻ കട്ട് ചെയ്തത് അങ്ങനെയുള്ളതൊക്കെ ഒന്ന് മാറി കിട്ടുമല്ലോ. അപ്പോൾ എനിക്ക് എപ്പോഴും ഡെറ്റാൾ ഉപയോഗിച്ച് തുടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു മനസ്സിനൊരു തൃപ്തി വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തെടുക്കുന്നത്.
പിന്നെ ആ ഒരു കുപ്പിക്കകത്ത് ഞാൻ ഇട്ട് വെച്ചിരിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ പതിമുഖം ഉണ്ടല്ലോ, പതിമുഖത്തിൻ്റെ മരം നമ്മൾ താമസിക്കുന്ന വീട്ടിൻ്റെ തൊട്ടടുത്ത് നമ്മൾ പോകുന്ന വഴിക്ക് ഉണ്ടായിരുന്നു. പണ്ട് ഇതുപോലെ അവിടെ ഇങ്ങനെ മറിഞ്ഞ് കിടന്നപ്പോഴത്തേക്ക് പിന്നെ ഇതുപോലെ നമ്മളിതുപോലെ വെട്ടിയെടുത്ത് ഇങ്ങനെ ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്യാവശ്യം നമുക്ക് വെള്ളം ഇടാൻ വേണ്ടിയിട്ടൊക്കെ എടുക്കാമല്ലോ. പിന്നെ റബ്ബർ കിടക്കുന്നതിനെല്ലാം പറക്കി ഞാൻ ഈ ഒരു ടിന്നിനകത്ത് ഇട്ട് വെക്കും കേട്ടോ. അത്യാവശ്യം കൊച്ചുങ്ങൾക്കും ഇങ്ങനെ മക്കൾക്ക് ചോറൊക്കെ കൊണ്ട് പോകുമ്പോഴത്തേക്കും അങ്ങനെയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ചോറൊക്കെ പൊതിയുമ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാമല്ലോ അതിൽ. അപ്പോൾ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അടുക്കളപ്പണി ഏതാണ്ട് ഒതുങ്ങി വരുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് ഇനിയിപ്പോൾ എല്ലാം ക്ലീൻ ചെയ്യണം. അടുക്കളയും കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് തറയും കൂടെയൊക്കെ ഒന്ന് തുടച്ചെടുക്കാനായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ സ്ലാവിൻ്റെ മുകൾ ഭാഗം വൃത്തിയാക്കി പിന്നെ അതിൽ ആ പാത്രത്തിലാണെന്നുണ്ടെങ്കിൽ അരിയും മറ്റതിൽ പച്ചരി, മുളക് പൊടി, ഭരണി, മിക്സിയുടെ ജാറ്, മിക്സി എല്ലാം ആ ഒരു സൈഡിലും വെച്ച് പൊടിയായിട്ട് കുഞ്ഞ് ഐറ്റങ്ങളെല്ലാം ജനലിൻ്റെ അവിടെയും വെച്ചിട്ടുണ്ട്. നനഞ്ഞ പാത്രങ്ങൾ സ്റ്റാൻഡിൽ വെച്ച് വെള്ളം മാറിയിട്ട് മറ്റേ സ്റ്റാൻഡിൽ കൊണ്ടുവയ്ക്കും. അപ്പോൾ പിന്നെ നമ്മൾ എടുക്കുന്ന പാത്രങ്ങൾ കുറച്ച് ഇതിൻ്റെ അടിഭാഗത്തും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും പാത്രങ്ങൾ ഇത്രയും ഐറ്റങ്ങളാണ് നമ്മളിവിടെ ഉള്ളത്. പിന്നെ ഇത്രയും പാത്രങ്ങളെന്ന് പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല ഏട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വാടകയ്ക്കൊക്കെ താമസിക്കുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാരി കെട്ടിയൊക്കെ പോകണം. അല്ലെങ്കിൽ തന്നെ നമ്മുടെ വീട്ടിലിപ്പോൾ അത്യാവശ്യം നമുക്ക് പാചകം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രങ്ങൾ, പിന്നെ എടുക്കുന്ന പാത്രങ്ങൾ നമ്മൾ കൂടെ കഴുകി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പാത്രത്തിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ ഞാൻ അങ്ങനെ മേടിച്ചൊക്കെ വെച്ചിട്ടുള്ളൂ കേട്ടോ. തീരെ അങ്ങില്ലാതാകുമ്പോൾ മാത്രമേ അടുത്ത മേടിക്കുക അങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പോൾ തറയെല്ലാം തുടച്ച് സ്റ്റെപ്പ് ഉണങ്ങിയിട്ടില്ല കേട്ടോ. സ്റ്റെപ്പും കൂടെ ഉണങ്ങി കിട്ടാനായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ചെറിയ ഉള്ളി സവാള ഞാൻ ഒന്ന് വെയിൽ കൊള്ളിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ച് വിറകെടുക്കണം. അകത്തുള്ള അടുപ്പിൻ്റെ അടിയിലും കൂടെ കുറച്ച് വിറക് ഞാൻ കൊണ്ട് വെക്കുന്നുണ്ട്. അതിനകം ഒന്ന് വൃത്തിയാക്കിയൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു വിറകും കൂടെ കൊണ്ടുവന്ന് വെക്കണം. അപ്പം നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെ വീട്ടിലുള്ള ഡെയിലി എന്തൊക്കെയാണോ ജോലി ചെയ്യുന്നത് അതൊക്കെ തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, മിണ്ടാനും സംസാരിക്കാനും അങ്ങനെ ഒന്നും ആരും ഇല്ലാത്തതിനെ കൊണ്ടാണ് കേട്ടോ. എപ്പോഴും ഇങ്ങനെ ഒറ്റയ്ക്കുള്ള ഒരു ഇതല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കല്ലേ.